യഹോവയും യേശുവും തോറ്റുപോയി, അള്ളാഹ് ജയിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് അയ്യോ കഷ്ടം, മനുഷ്യജാതിക്ക് എന്തോ ഒരാശ്വാസം. ഏവർക്കും സമാധാനം. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഒരു സംസ്കാരത്തെ മുഴുവനും തൻ്റെ കയ്യിൽ ബോംബുള്ളത് കൊണ്ട് പിച്ച് ചീന്തിക്കളയും എന്ന് ക്രിസ്തുവിൻ്റെ അനുയായിയും ക്രിസ്തു മതത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും മുറ്റിയ സംരക്ഷകനുമായ ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ കൂടെ, അതായത് പച്ചക്കള്ളം മറ്റുള്ളവരെ അറിയിക്കാനായിട്ടുള്ള ലൈസൻസ് പ്രാപിച്ച ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പേരാണ് ട്രൂത്ത് സോഷ്യൽ. അതിനകത്ത് സോഷ്യലുമില്ല ട്രൂത്തുമില്ല എന്നതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ അതെന്ത് അല്ല എന്നും അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കരുത് എന്ന് നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാകും. ഏതായാലും അതിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമനുസരിച്ച് ഒരു വലിയ സംസ്കാരത്തെ താൻ സംഹരിക്കാൻ പോകുന്നു. ഏതാനും മണിക്കൂറിനുള്ളിൽ ഇറാൻ ചരിത്രത്തിൻ്റെ ഒരു ഓർമ്മയായി പുക പോലെ മറഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ മാന്യദേഹം പാകിസ്ഥാനിലെ അസീം മുനീർ വരച്ച വരയിൽ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് നല്ല പിള്ളയായിട്ട് നടന്നുകൊള്ളാം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മാറ്റം സംഭവിച്ചു. ഇതിൽ ദയവായി നിങ്ങൾ ട്രംപിനെയോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മഹാന്മാരെ കുറ്റം പറയരുത്. അദ്ദേഹത്തിൻ്റെ ദൈവമായ യേശു ക്രിസ്തു അദ്ദേഹത്തെ ചതിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി, എന്ന് വിചാരിച്ചാൽ മതി. ഞാനിത് പറയുന്നത് വെറുതെ അല്ല. ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ച ശേഷം വെളിയിൽ വന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അതിൽ ട്രംപ് വൈറ്റ് ഹൗസിലാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ തലയിൽ, മറ്റെങ്ങുമല്ല, തലയിൽ കൈവച്ചുകൊണ്ട്, വേറെ എവിടെയെങ്കിലും ആണ് പോട്ടെ, നമുക്ക് സഹിക്കാം, തലയിൽ കൈവച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം പ്രാപിച്ച ചില വ്യക്തികൾ, അതിനകത്ത് നല്ല എന്താ പറയുന്നത്, വീട്ടിലൊക്കെ വളർത്തുന്ന നല്ല പട്ടിക്കുട്ടിയെ പോലെ കുരയ്ക്കുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പടത്തിന് മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. എല്ലാവരും കൂടെ ട്രംപിൻ്റെ കയ്യിൽ തലയിൽ വെച്ച് അദ്ദേഹം ആരംഭിച്ച യുദ്ധത്തിൽ അദ്ദേഹത്തിന് വിജയം സുനിശ്ചിതമാക്കണമെന്ന് ആത്മീയതയുടെ നിറവിൽ നിറഞ്ഞു തുള്ളി പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ നാം എല്ലാവരും കണ്ടതാണ്. അത് കണ്ട ക്രിസ്ത്യാനികൾ, അനേകം ആളുകൾ അത് അപ്പാടെ അങ്ങ് വിശ്വസിക്കുകയും, വിശ്വസിക്കാന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്ന അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ഇറാൻ ഇപ്പോൾ തോറ്റുപോകും, അമേരിക്ക ജയിക്കും. അമേരിക്ക ജയിച്ചാൽ ഉടനെ കർത്താവിൻ്റെ രണ്ടാം വരവ് ഉണ്ടാകും, വിശ്വാസികളെ മേഘത്തിലങ്ങെടുക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഒരു വലിയ പ്രചരണവും അതിനുശേഷം പല ഇടങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കാനും മനസ്സിലാക്കുവാനും ഇടയായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. കാരണം മനുഷ്യൻ്റെ മൊണ്ണത്തരത്തിന് അതിരാവശ്യമില്ല എന്ന ഒരു പ്രാവർത്തികമായ സത്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ ഇപ്പുറത്തെ ക്രിസ്ത്യാനികൾ അവരുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിനെ ഇത്രമാത്രം ഭയഭക്തിയോടെ വിളിച്ചപേക്ഷിക്കുകയും അവരുടെ വിജയം സുരക്ഷിതമാക്കുന്നതിന് യുദ്ധവീരനായ, അതായത് വാളുറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകുമെന്ന് അസന്നിഗ്ധമായി വിളിച്ചു പറഞ്ഞ നസ്രായനായ യേശുവിനെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു വലിയ യുദ്ധവീരനായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾ, എട്ടും പൊട്ടും അറിയാത്ത ക്രിസ്ത്യാനികൾ, സത്യം പറഞ്ഞാൽ സ്വീകരിപ്പാൻ മടിയുള്ള ക്രിസ്ത്യാനികൾ, അസത്യം മാത്രം ആർത്തിയോടെ ഭക്ഷിക്കുന്ന ക്രിസ്ത്യാനികൾ, ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കിയത് അവരിപ്പോഴും ആ പൊടി വിട്ടിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അവരൊരിക്കലും ആ പൊടി വിടുകയില്ല. നാളെ അവർ തക്കതായ വേറെ എന്തെങ്കിലും ഒരു പഴുത് കണ്ടുപിടിക്കും. അതായത് ട്രംപിനെ ഒന്ന് കുറച്ചുകൂടി ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി വൈറ്റ് ഹൗസിലിരിക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് ട്രംപിന് കൊടുക്കുന്ന ഒരു ഉഴിഞ്ഞൽ പരിപാടിയായിട്ട് മാത്രമാണിത്. ഇത് കഴിഞ്ഞാൽ അതേ കർത്താവ് യുദ്ധം ഏറ്റെടുക്കുകയും
ഇറാനെ നിലംപരിശാക്കുകയും ചെയ്യുമെന്ന ഒരു വിശദീകരണത്തോടുകൂടെ കർത്താവിൻ്റെ ദൈവദാസന്മാർ രംഗത്ത് പ്രവേശനം നടത്താനുള്ള എല്ലാ സാധ്യതയും കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോണം എന്നാണ് എനിക്ക് പറയാൻ. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ദൈവം അങ്ങനെ തോറ്റു. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, യഹൂദന്മാർക്കും ദൈവം ഉണ്ടല്ലോ. അതാണ് യഹോവ എന്ന് പറയുന്നത്. യഹോവ യുദ്ധവീരനാണ്. ആ യഹോവയോട് മുട്ടിപ്പായി ഇസ്രായേലിൽ പ്രാർത്ഥിച്ച് യഹോവയ്ക്ക് ബോധം കെട്ടി കിടക്കുകയാണ്. അപ്പോൾ പണ്ട് കാലം തൊഴെ കഴിഞ്ഞ 4 സഹസ്രാബ്ദങ്ങളായി യഹൂദൻ എവിടെയൊക്കെ യുദ്ധം ചെയ്യണമെന്ന് വിചാരിച്ചോ അവിടെ മുഴുവനും അവൻ്റെ വിജയം ഉറപ്പാക്കുന്ന ഒരേ ഒരു തൊഴിലായിരുന്നു അവൻ കണ്ടുപിടിച്ച ഈ യഹോവ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ. അപ്പോൾ പടപൊരുതുന്നത് യഹൂദനാണെങ്കിലും യുദ്ധം ജയിക്കുന്നത് യഹോവയാണ്. അതുകൊണ്ട് രഥങ്ങളിലും കുതിരകളിലൊന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. യഹൂദൻ്റെ യഹോവയിൽ ആശ്രയിച്ചാൽ എല്ലാം സുഖം എന്നതാണ് അവരുടെ പ്രമാണം. ആ പ്രമാണം കൊണ്ട് അവർ സഹിച്ചതിന് കയ്യും കണക്കുമില്ല. പക്ഷേ ആ പൊട്ടത്തരം, ആ ശുദ്ധ മൊണ്ണത്തരം ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. യഹൂദ ജനം മുഴുവൻ നശിച്ചു പോയാലും അവർ ആ പൊട്ടത്തരം ഉപേക്ഷിക്കത്തില്ല എന്നത് വളരെ തിട്ടമാണ്. എന്നാൽ ഇതാ യഹൂദൻ്റെ യഹോവയും മൂക്കുകുത്തി അവിടെ കിടക്കും. ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് ഇസ്ലാമികളുടെ അള്ളായാണ്. അള്ളായ്ക്കാണ് ഇപ്പോൾ കയറ്റം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു, യുദ്ധത്തിൽ ഉറപ്പുവരുത്താൻ ഏറ്റവും സഹായിക്കുന്നത് ക്രിസ്ത്യാനിയുടെ കർത്താവായ യേശുക്രിസ്തുവോ യഹൂദൻ്റെ യഹോവയോ അല്ല. നിങ്ങൾക്ക് യുദ്ധം ജയിക്കണോ, ഇസ്ലാമിൻ്റെ അള്ളായെ അള്ളിപ്പിടിക്കണം. അതുകൊണ്ട് ഇനി ക്രിസ്ത്യാനികൾ ചെയ്യേണ്ടത് നിങ്ങൾ എത്രയും പെട്ടെന്ന്, കാരണം നിങ്ങൾക്ക് യുദ്ധം ജയിക്കുക എന്നതിനപ്പുറത്ത് യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് യുദ്ധത്തിൽ ജയിക്കുന്നതുമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അജണ്ട എന്നും അതിൽ മാത്രമേ ദൈവത്തിന് താല്പര്യമുള്ളതെന്നും അങ്ങനെ യുദ്ധം ജയിക്കുന്നതിന് വേണ്ടി ഏത് അക്രമവും ചെയ്താലും അത് കണ്ട് സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുന്ന നീണ്ട വെളുത്ത താടിയുള്ള ഒരു ദൈവമാണ് നമ്മുടേതെന്നൊക്കെ പറയുന്ന ക്രിസ്ത്യാനികൾ നിങ്ങൾക്ക് യുദ്ധം ജയിക്കുകയും മറ്റുള്ളവരെ തകർക്കുകയും എന്ന ഒരേ താല്പര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, കുറച്ചുകൂടെ പണം ഉണ്ടാക്കണം. പക്ഷേ യുദ്ധത്തിൽ കൂടാണ് പണം കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യത എന്നതുകൊണ്ടാണ് യുദ്ധത്തിന് ഇത്ര താല്പര്യം എന്നതും കൂടെ ഞാൻ പറയാതെ, ഇത് ചരിത്ര സംഭവമാണ്. വളരെ പ്രത്യക്ഷമായ കാര്യങ്ങൾ എന്തിനാണ് വെളിപ്പെടുത്തിയ സമയം കളയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ക്രിസ്തുവിനെ യഹോവയെ പിടിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല. കാര്യം നടക്കണേ അള്ളാവിനെ വേണം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കമലദാസ് ചെയ്തതുപോലെ ഇതൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് നേരെ ഇസ്ലാമിലായിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോകണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെത്രാന്മാരൊക്കെ ഇച്ചിരി കോപിക്കും. അവർ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ഇപ്പോൾ അവർ വാർ ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. പ്രത്യേകിച്ച് കല്ലറിങ്ങാട്ടിനെ ശ്രദ്ധിച്ചോണം. അദ്ദേഹം ഇപ്പോൾ എന്താണ്ടിരുന്നുകൊണ്ട് അരമനയിരുന്നുകൊണ്ട് ഏത് ബോംബാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പറയാനൊക്കത്തില്ല. ലവ് ജിഹാദ് കഴിഞ്ഞു, നാർക്കോട്ടിക് ജിഹാദ് കഴിഞ്ഞു, ഇക്കണോമിക്സ് ജിഹാദ് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത ജിഹാദ് എന്താണെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല, ദൈവത്തിന് പോലും അറിയയില്ല. എന്തെങ്കിലും അദ്ദേഹം ഒരു പടക്കോപ്പ് ഉണ്ടാക്കും, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകമായ കഴിവ് നമുക്ക് പരിചയമുള്ളതാണ്. ഏതായാലും ക്രിസ്ത്യാനിക്കിനെയും നിക്കക്കള്ളിയില്ല, യഹൂദനും അവൻ്റെയും കാര്യം പോക്കാണ്. യുദ്ധം ജയിക്കണേ അല്ലാതെ തന്നെ പിടിക്കണം അവസ്ഥയിൽ ഈ ഇറാൻ യുദ്ധം ക്രിസ്ത്യാനികളെ കൊണ്ടെത്തിച്ചു എന്നത് ഇത് ട്രംപിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് അതുപോലെ വായിച്ചറിയാൻ കഴിവുള്ള പല ദൈവദാസന്മാരും കിടന്നു വര പോലെ ഞുലുകുന്ന ഒരവസ്ഥയാണ്. അവർ പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇപ്പോൾ യുദ്ധം വരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിക്കാനാണ്. അവനിപ്പോൾ കാഹളനാദത്തോടും പ്രധാനൂര ശബ്ദത്തോടും ഒക്കെ വാനമേഘത്തിൽ എഴുന്നള്ളുകയും നമ്മളൊക്കെ അങ്ങോട്ട് പോവുകയും ചെയ്യും എന്ന് പറയുന്ന ദൈവദാസൻ്റെ കണ്ണ് മറ്റാരുടെയെങ്കിലും പോക്കറ്റിലായിരിക്കും. ഇതൊക്കെ നമുക്ക് ഇത് എത്ര കണ്ടാലും മനുഷ്യൻ പഠിക്കുന്നില്ലെന്ന് ഓർത്ത് ഞാൻ വസ്തുത്തിൽ കരഞ്ഞു പോവുകയാണ്.
അപ്പോൾ ഇത് ദയവായി നിങ്ങളൊന്ന് അല്പം ഒന്ന് ചിന്തിക്കണം. ഈ യുദ്ധം ഏത് ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്? ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ടത് ലോകത്തിൽ എത്ര ദൈവമുണ്ട്? ഇപ്പൊ ക്രിസ്ത്യാനികളും പറയുന്നു, യഹൂദനും പറയുന്നു, മുസ്ലിം സഹോദരന്മാരും പറയുന്നു ഒറ്റ ദൈവമേ ഉള്ളൂ. എന്നാൽ ഈ ഒറ്റ ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണ്. ഇതെനിക്ക് മനസ്സിലാകുന്നത്. ഒരു ദൈവം എങ്ങനെയാണ് യുദ്ധം ചെയ്തത്? നമ്മൾ പണ്ടുതൊട്ടേ പറയുന്നുണ്ട്, ഇങ്ങനെ രണ്ട് കൈ ഉണ്ടെങ്കിൽ ഇങ്ങനെ തമ്മിൽ അടിക്കാനുണ്ടോ. പക്ഷെ ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒറ്റ ദൈവമാണ്, അടി നിർത്തത്തില്ല. ചരിത്രം മുതൽ ഇന്ന് വരെ നടന്ന അടി മുഴുവൻ ഈ ഒറ്റ ദൈവം കിടന്ന് അടിക്കുകയാണ്. ഇപ്പം നമ്മുടെ കടലിപ്പയറ്റിലൊക്കെ ഒരുത്തൻ ഈ കാലിൻ്റെ വിരലിൽ നിന്ന് പമ്പരം പോലെ കറങ്ങി അടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഒറ്റ ദൈവം ഇങ്ങനെ കറങ്ങി അടിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതിച്ഛായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ദൈവം ഒറ്റക്കാലിൽ കറങ്ങി പമ്പരം പോലെ കറങ്ങി ആ ഒറ്റ ദൈവത്തെ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭ്രാന്തിൻ്റെ മേഖലയാണ് മതം. ഇത് മനസ്സിലാക്കാതെ മനുഷ്യൻ ഈ ഭൂമിയുടെ പരപ്പിൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഏത് മതത്തെയോ മതഭ്രാന്തിനെയോ അള്ളിപ്പിടിച്ച് നടക്കുന്നവരാണെങ്കിലും ചരിത്രം വെള്ളിടി പോലെ വിളിച്ചറിയിക്കുന്ന ചില സത്യങ്ങളുണ്ട്. അതിലൊന്നാണ്, ഈ ലോകത്തിൽ മനുഷ്യന് സമാധാനമായി ജീവിക്കണമെങ്കിൽ, ഈ ലോകത്തിൽ മനുഷ്യന് മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പ്രാപിക്കണമെങ്കിൽ അവൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മനുഷ്യൻ അവൻ്റെ പ്രാകൃത സ്വഭാവത്തിന് അനുയോജ്യമായി നിർമ്മിച്ചിട്ടുള്ള ദൈവങ്ങളുടെ പേക്കോലങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കണം. മതത്തിൽ കൂടെ നിങ്ങൾ അറിയുകയും ആരാധിക്കുകയും ചെയ്ത ഒന്നും ദൈവമല്ല, അത് ദൈവത്തിൻ്റെ പേക്കോലങ്ങളാണ്. ദൈവമെന്ന മഹനീയമായ അതുല്യമായ അഭൗമമായ ആ സങ്കല്പം, അത് സങ്കല്പം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് മനുഷ്യജാതിയുടെ അഭയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവന്റെ ഉറവിടം ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യന്റെ എല്ലാ നല്ല സാധ്യതകളുടെയും ഉറവിടം ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മതങ്ങളിൽ കൂടെ നാം അറിഞ്ഞിട്ടുള്ള ദൈവങ്ങൾ ആ ദൈവവുമായി സത്യത്തിൽ യാതൊരു ബന്ധവുമുള്ളതല്ല. എല്ലാ മതങ്ങളും തുല്യമായി അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും രൂപത്തിലും ഭാഷയിലും തോതിലും വ്യത്യാസം വന്നാലും എല്ലാ മതങ്ങളും കാണിക്കുന്ന ഏറ്റവും പൈശാചികമായ അപരാധം ദൈവത്തെ അസത്യത്തിൽ വക്രീകരിക്കുകയും അവരുടെ പ്രാകൃതമായ സ്വഭാവത്തിൻ്റെ പ്രവണതകളും താല്പര്യങ്ങളും സാധിച്ചു കിട്ടുന്ന വിധത്തിൽ അതിനനുയോജ്യമായി ദൈവത്തിൻ്റെ പേക്കോലം വരച്ചിട്ട് അതാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ആ ദൈവത്തെ പോക്കറ്റിലിട്ട് ആ ദൈവത്തെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കാൻ വൈദഗ്ധ്യം പ്രാപിച്ച ഒരു പുരോഹിത വർഗത്തെയും തലയെ കൊണ്ടുവച്ച് അവരെ പിന്നെ ആജീവനാന്തം ചുവന്ന് അവരുടെ മൊണ്ണത്തരങ്ങളും പൊട്ടത്തരങ്ങളും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ എന്താണ് പറയുന്നത്, മലം വിസർജിക്കുന്നത് പോലെ കൊണ്ട് നടന്ന് ഈ കാണുന്ന പരിപാടികളൊക്കെ ചെയ്യുകയാണ്. എത്ര വന്നാലും എത്ര സഹിച്ചാലും പഠിക്കയില്ല. നിങ്ങൾ അല്പമൊന്ന് ചിന്തിക്കുമെങ്കിൽ സർവ്വലോകത്തെയും സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും ഉടമയായ ഏകദൈവം എങ്ങനെയാണ് ക്രിസ്ത്യാനിയുടെ സ്വകാര്യ സ്വത്താകുന്നത്? എങ്ങനെയാണ് യഹൂദനോട് പക്ഷാഭേദത്തിൽ നിൽക്കുന്നത്? എങ്ങനെയാണ് മുസ്ലിമിൻ്റെ ആ സൈഡ് പിടിച്ച് നിൽക്കുന്നത്? ഒന്നാമത് ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ് എന്നും അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നീതി പാലിക്കുക എന്നതാണെന്നും മനുഷ്യരാശിയെ ഒന്നായി കാണുന്ന വിശാലതയാണ് ദൈവത്തിൻ്റെ പ്രത്യേകതയെന്ന് നാം പറയുമ്പോൾ അതിൻ്റെ പ്രാവർത്തികമായ അർത്ഥങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കാനുള്ള ധൈര്യം നമുക്ക് എന്താണ് ഉണ്ടാകാത്തത്? ദൈവം സ്നേഹം തന്നെ ക്രിസ്ത്യാനിയുടെ വേദപുസ്തകത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് മനുഷ്യനെ കൊല്ലുന്ന, അപരിചിതനെ കൊല്ലുന്ന,
അപരിചിതം എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരൻ എന്നാണ് അർത്ഥം. കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നമ്മുടെ സഹോദരന്മാരെയാണ്, അയലത്തുകാരെയാണ്. ആ കൊല്ലും കൊലവിളിയും നടത്തുന്നതാണ് സ്നേഹത്തിൻ്റെ വെളിച്ചമായ ദൈവത്തിന് ഏറ്റവും താല്പര്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അത് പറയുന്നത് ശുദ്ധ പൈശാചികമായ അസംബന്ധമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ കൊണ്ട് നിങ്ങളുടെ തലച്ചോറിനെ കുട്ടിച്ചോറാക്കിയത് ആരാണ്? ഇതെന്താണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ദൈവം സത്യമാണ്. ഹിന്ദുക്കൾ, ഭാരതത്തിൽ ഹിന്ദുക്കൾ എക്കാലത്തും വിളിച്ചു പറഞ്ഞാണ് ദൈവം സത്യമാണ്. എന്നാൽ ഭാരതത്തിൽ നിന്ന് നിലവിലിരിക്കുന്നത് സത്യാനന്തര രാഷ്ട്രീയം. അതായത് രാഷ്ട്രീയത്തിൽ സത്യമെന്ന് പറയുന്നത് അടുത്ത് വരാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, പക്ഷേ ആ രാഷ്ട്രീയത്തിൻ്റെ തലവട്ടൊപ്പം ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറയുന്ന ഹിന്ദുത്വയുടെ നിലപാടിൽ സ്ഥിതി ചെയ്യുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യമായ കുഞ്ഞുങ്ങൾക്കുണ്ടാകേണ്ട ബുദ്ധി എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് വരാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ ലോകത്തിൽ യാതൊരു വിധത്തിലും ദൈവത്തിൻ്റെ ഒരു പ്രകാരത്തിലുമുള്ള ഒരു രൂപമോ ഭാവമോ ആരും മനുഷ്യൻ ഉണ്ടാക്കരുത്, ബിംബാരാധന നടത്തരുത് എന്ന് പറയുന്ന ഇസ്ലാമിക വിശ്വാസികൾക്ക് എങ്ങനെയാണ് ദൈവത്തെ അവരുടെ പോക്കറ്റിടാൻ ഒക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇറാൻ യുദ്ധത്തിൽ കൂടെ ഭീകരമായ മനുഷ്യൻ അരിഷ്ടത അനുഭവിച്ച് എത്രയോ ജീവിതങ്ങൾ പട്ടുപോയി, എല്ലാം നശിച്ച് നാറാണക്കല്ല് കണ്ടു. ഈ ഒരു സംഭവത്തിൽ കൂടെ നാം തിരിച്ചറിയേണ്ടത് എന്താണ്? മനുഷ്യന് ഈ ലോകത്തിൽ സമാധാനമായി പരസ്പര സാഹോദര്യത്തിൽ, സഹകരണത്തിൽ, സന്തോഷമായി, സുരക്ഷിതത്വത്തിൽ ജീവിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അപകടം, അതിന് ഏറ്റവും വലിയ തടസ്സം മനുഷ്യൻ അവൻ്റെ കുബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ മൊണ്ണത്തരം കൊണ്ട് സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ ഈ പേക്കോലങ്ങളാണ്. യഹൂദൻ്റെ യുദ്ധത്തെ നയിക്കുന്ന ദൈവം അത് ദൈവമല്ല, ദൈവത്തിൻ്റെ പേക്കോലമാണ്. യഹൂദന് അറിഞ്ഞ യഹോവ ദൈവമല്ല, ദൈവത്തിൻ്റെ പേക്കോലമാണ്. ട്രംപിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താനായി ട്രംപ് എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദാസനായ ട്രംപിനെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി മൊണ്ണ ക്രിസ്ത്യാനിയാണ്. അവനറിയുന്ന ക്രിസ്തു യഥാർത്ഥ ക്രിസ്തു അല്ല. അങ്ങനെ ഒരു ക്രിസ്തു ഉണ്ടായിട്ടില്ല, ഉണ്ടാകാതിരുന്നാൽ നന്ന്. ആ ക്രിസ്തുവിനെ വേദപുസ്തകത്തിൽ നിന്ന്, സുവിശേഷത്തിൽ നിന്ന് കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അമേരിക്കക്കാരൻ പറയുന്ന ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല, വേദപുസ്തകത്തിൽ കണ്ടിട്ടില്ല. വേദപുസ്തകത്തിൽ ഞാൻ കണ്ട ക്രിസ്തു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നും പരസ്പരം സേവനം ചെയ്യുന്നതിൽ നിങ്ങളുടെ അഭിമാനം ആയിരിക്കണമെന്നും ജീവൻ അപകടത്തിലായാൽ പോലും സ്വയ സംരക്ഷണത്തിന് പോലും അക്രമത്തിൻ്റെ വഴി ഉപയോഗിക്കുകയോ വാളിൽ ആശ്രയിക്കുകയോ ചെയ്യരുത് എന്ന കട്ടായം നിർബന്ധം പിടിച്ച ഒരു ക്രിസ്തുവിനെ എനിക്കറിയാം. അവനെ അവരെല്ലാം പിടിച്ച് ക്രൂശിൽ കൊന്നുകളഞ്ഞു. പിന്നെ ക്രൂശിൽ തറച്ചവൻ ആരാണ്? അവൻ ഇപ്പോൾ, അവൻ്റെ പിൻഗാമികൾ ഇപ്പോൾ അവനെ ക്രൂശിച്ചു എന്നും പറഞ്ഞ് അതുകൊണ്ടും പൈസ ഉണ്ടാക്കി നടക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച അതിൻ്റെ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നു. ആ ക്രൂശ് വിട്ടുകൊണ്ട് നടക്കുന്നു. ക്രൂശീകരിച്ചവനെ കഷ്ണിച്ച് അന്ന് യൂദാസ് ഒറ്റയടിക്ക് 30 വെള്ളിക്കാശിന് വിറ്റെങ്കിൽ അതിനേക്കാൾ മിടുക്കരായ നമ്മുടെ പുരോഹിത ശ്രേഷ്ഠന്മാർ ഈ കച്ചവടം, യേശു കച്ചവടം, യേശു സൂപ്പർ മാർക്കറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എത്രയോ സഹസ്ര കോടികളാണ് കൊയ്യുന്നത് യേശു എന്ന ഒറ്റ കച്ചവടത്തിൽ. ഇതൊന്നും ഞാൻ അറിഞ്ഞ യേശുവോ സുവിശേഷത്തിൽ കൂടി നിങ്ങൾക്ക് കാണാവുന്ന യേശുവല്ല. ഈ യേശുവിനെ കൊണ്ടാണ് ഇസ്ലാമിനെ തോൽപ്പിക്കാനായിട്ട് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ നിന്നുകൊണ്ട് വിറച്ച് നിറഞ്ഞ് തുള്ളി ആടി പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, മറുഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പൊട്ടി, ഒരു ഭ്രാന്തി. ദൈവത്തിന് കൊടുക്കുന്ന ജോലി ഇതാണ്: മറ്റുള്ളവരെ കൊല്ലുക, മറ്റുള്ളവരെ സ്വന്തം താല്പര്യം. അമേരിക്കയുടെ ആഗോളതലത്തിലുള്ള ആധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി ആരെയും കൊല്ലാം, എപ്പോഴും കൊല്ലാം, ഏതു വിധത്തിലും കൊല്ലാം. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണമേ
എന്ന് പറയുന്ന ആ ഒരു ഒന്നാം തരം ധിക്കാരം, ധിക്കാരമല്ല, മൊണ്ണത്തരം എന്നൊരു വാക്ക് അതിന് പറയാനുണ്ട്. ഇതാണ് ക്രിസ്തുമതമെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. യേശുവിൻ്റെ മാർഗവും ഇതുമായി യാതൊരു ബന്ധവുമില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവനെ ത്യാഗമായി നൽകുക എന്നതാണ് യേശുവിൻ്റെ മാർഗം എന്ന സുവിശേഷങ്ങൾ ഒന്നുപോലെ ഘോഷിക്കുമ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആരുടെയും തല കൊയ്യുന്നതാണ് ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ കലാപരിപാടികൾ കേരളത്തിലും നമ്മുടെ മെത്രാന്മാർ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ നടത്തുന്ന കലാപരിപാടികൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഓർത്തഡോക്സ് യാക്കോബായാണെങ്കിലും സീറോ മലബാറാണെങ്കിലും പിന്നെ മറ്റുള്ള മഹാന്മാരാണെങ്കിലും കച്ചവടം കച്ചവടം കച്ചവടം, അതിൻ്റെ പൈശാചികമായ പണക്കൊതി കൊണ്ട് എന്തും ചെയ്യാം, ആരെയും വഞ്ചിക്കാം, ഏത് നിയമവും ലംഘിക്കാം, ഏത് അധർമ്മവും ഏത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയും ചെയ്യാം. അതിനൊക്കെയും സംരക്ഷണം നൽകാനുള്ള ചുമതല അങ്ങോട്ട് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ക്രിസ്തുമതത്തിൽ നിങ്ങളോട് രക്ഷപ്പെടണം എന്നാണ് എനിക്ക് പറയാൻ. നിങ്ങൾ മതങ്ങൾ പറയുന്ന, മതങ്ങൾ വക്രീകരിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് അനുയോജ്യമാകത്തക്കവണ്ണം വരച്ച് വെച്ച് വിറ്റുകൊണ്ട് നടക്കുന്ന ഈ ദൈവങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മനുഷ്യ അന്തസ്സോടും സമാധാനത്തോടും സാഹോദര്യത്തിൻ്റെ ആ ഒരു വിശാലതയിൽ ജീവിപ്പാൻ സാധ്യമല്ല. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രസ്താവന നടത്താൻ പോകുകയാണ്. അതിപ്രകാരമാണ്: നിങ്ങൾക്ക് മനുഷ്യരായി മനുഷ്യത്വത്തിൻ്റെ വെളിച്ചമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശികളായി സമാധാനത്തോടും സാഹോദര്യത്തോടും ഈ ലോകത്തിൽ ജീവിച്ച് ജീവൻ എന്ന് പറയുന്ന ഈ അത്ഭുതകരമായ മർമ്മത്തിൻ്റെ തേന് ഒന്ന് രുചിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. മതങ്ങൾ നിങ്ങളെ അറിയിച്ചിരിക്കുന്ന ദൈവങ്ങളെ വലിച്ചു ദൂരേക്ക് എറിയുക. സാക്ഷാൽ ദൈവത്തെ അന്വേഷിക്കുക. യേശു പറഞ്ഞു, അന്വേഷിപ്പീൻ കണ്ടെത്തും. നിങ്ങൾ കണ്ടെത്തേണ്ടത് സാക്ഷാൽ ദൈവത്തെയാണ്. അത് ഇന്ന് വരെ നിങ്ങളെ ആരും അറിയിച്ചിട്ടില്ല, അറിയിക്കുകയുമില്ല. കാരണം യഥാർത്ഥത്തിലുള്ള ദൈവം മനുഷ്യൻ്റെ സ്വഭാവത്തിലെ പൈശാചികമായ വികൃതികൾക്ക് എതിരാണ്. സാക്ഷാൽ ദൈവം മനുഷ്യനെ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നടത്തുന്നവരാണ്. വെളിച്ചം ഒരു ലാഭ കച്ചവടമല്ല എന്നെങ്കിലും അറിയാൻ നിങ്ങൾ കൂട്ടാക്കണം. അതാണ് യേശുവിൻ്റെ മാർഗത്തിൽ ഞാൻ കണ്ടത്. അത് നഷ്ടക്കച്ചവടമാണ്. സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും പാത, മനുഷ്യ സാഹോദര്യത്തിൻ്റെയും മനുഷ്യ അന്തസ്സിൻ്റെയും പാത. അവിടെ അത് കച്ചവടം സാധ്യമല്ല. എല്ലാ മതങ്ങളും കച്ചവടത്തിന് ഉതകുന്ന ദൈവത്തെ മാത്രം അവരുടെ ഏറ്റവും പ്രാകൃതമായ സ്വഭാവത്തിന് അനുയോജ്യമായി ഉണ്ടാക്കി വെച്ച് അത് തലമുറകളായി ജനങ്ങളുടെ ഉള്ളിലേക്ക് വിഷം നിക്ഷേപിച്ച് അവരെ അടിമകളാക്കി അവരുടെ ജീവിതം നശിപ്പിച്ച് മനുഷ്യത്വത്തെ ചവിട്ടിമെതിച്ച് പന്നിയുടെ മുമ്പിൽ ഇട്ടുകൊടുത്ത മുത്തുപോലെ അതിനെ വിലയിടിച്ച് വിരൂപമാക്കി പൈശാചികമായ സ്വന്തം താല്പര്യത്തിൻ്റെ ആവേശത്തിൽ തിരത്തള്ളലിൽ ഈ അതിക്രമം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യത്വത്തിൻ്റെ ആധിപത്യം ഏറ്റവും ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നത് മതങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. ഈ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നവർക്ക് മാത്രമേ സാക്ഷാൽ സത്യത്തിൽ ജീവന്റെ ഉറവിടമായ ദൈവത്തെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ക്രിസ്തുമതമെന്ന് പറയുന്ന ഈ പൈശാചികമായ ചട്ടക്കൂടിന് വെളിയിൽ വന്ന ശേഷമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവനുള്ള ജീവിക്കുന്ന ദൈവത്തെ, ജീവന്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും നീതിയുടെയും ദൈവത്തെ, എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ വിലമതിക്കുകയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെ അറിയുവാനുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഇടയായത്
അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി, ഏറ്റവും വലിയ അനുഗ്രഹമായി, ഏറ്റവും വലിയ അഭിമാനമായി ഞാൻ കാണുന്നു. ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഏവരും കടന്നു വരണമേ എന്ന് ആത്മാർത്ഥമായി ആത്മാവിലും സത്യത്തിലും തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു പ്രാർത്ഥനയില്ല, എനിക്ക് വേറൊരു പ്രാർത്ഥനയില്ല. മനുഷ്യൻ ഇപ്പോഴുള്ള വൈശാചികമായ അവസ്ഥയിൽ നിന്ന്, മതത്തിൽ അടിയുറച്ച് നിൽക്കുന്ന അടിമത്വത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്, സാക്ഷാൽ ദൈവത്തിന് മാത്രം മനുഷ്യർക്ക് സംഭാവന നൽകുവാൻ കഴിയുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നിട്ട് അവരാരാണ് എന്നെങ്കിലും ഒന്ന് തിരിച്ചറിയുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ ക്രിസ്ത്യാനിയുടെ യേശുക്രിസ്തുവും യഹൂദൻ്റെ യഹോവയും തോറ്റത് എനിക്ക് നന്നായി, മനുഷ്യജാതിക്ക് നന്നായി. ഇനിയും ഇസ്ലാമിൻ്റെ അള്ളകൊടുന്ന് തോറ്റു കിട്ടിയാൽ ഈ ലോകത്തിന് സമാധാനം വരും. അപ്പോൾ ജാതിമത ഭേദമന്യേ എല്ലാവരും സാക്ഷാൽ സത്യത്തിൻ്റെ, ജീവൻ്റെ, സ്നേഹത്തിൻ്റെ, നീതിയുടെ ദൈവത്തിലേക്ക് തിരിയും. അപ്പോൾ ഈ ഭൂമി സ്വർഗമായി തീരും എന്നതാണ് എൻ്റെ വിശ്വാസ പ്രമാണം. അതൊരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് ഇറാനിലും മിഡിൽ ഈസ്റ്റിലും ഇസ്രയേലിലും ലോകത്തെമ്പാടുമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ, അവർക്ക് ഹൃദയംഗമമായ ഭാവുകങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.